നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന LCM ആയിരുന്നു. LCMൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 8, 12, 16 8, 12, 16 മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന 3 ക്ലോക്കുകളുണ്ട്. ഇവ എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ഒരുമിച്ച് അലാറം മുഴങ്ങുന്നത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ കയ്യിൽ ഒരു 3 ക്ലോക്ക് ഉണ്ട്. ഇപ്പോൾ ക്ലോക്ക് എത്രയൊക്കെയാണ്? ഒരു ക്ലോക്ക് 8 മിനിറ്റിൽ, ഒരു ക്ലോക്ക് 12 മിനിറ്റ്, ഒരു ക്ലോക്ക് 16 മിനിറ്റ്. അപ്പം ഇങ്ങനെ ആ ഒരു സമയക്രമത്തിൽ ഒരു ക്ലോക്ക് 8 മിനിറ്റ് കഴിയുമ്പോൾ അലാറം മുഴങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ ആ ക്ലോക്കിൽ എത്ര മണിക്കായിരിക്കും അലാറം അടിക്കുന്നത്? 8 മണിക്ക് മുഴങ്ങിയത് അടുത്തത് 16 മിനിറ്റിൽ, പിന്നെ 16 8 24 മിനിറ്റിലാണ് അല്ലേ? ഒന്നാമത്തെ ക്ലോക്ക് 8 മിനിറ്റിൽ, പിന്നെ 16 മിനിറ്റിൽ, 24 മിനിറ്റിൽ ഇങ്ങനെയാണ് പോകും. രണ്ടാമത്തെ ക്ലോക്ക് എത്ര മിനിറ്റ് പോകും? 12 മുഴങ്ങും, പിന്നെ 24 മുഴങ്ങും. ഇങ്ങനെ ഇനി അടുത്ത ക്ലോക്ക് 16 മുഴങ്ങും, 32 മുഴങ്ങും, ഇങ്ങനെയൊക്കെ പോകും. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് ക്ലോക്ക് അലാറം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇവ എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ഒരുമിച്ച്? അപ്പോൾ ഈ 3 ക്ലോക്കിൽ അലാറം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ക്ലോക്ക് 8 മിനിറ്റിൽ മുഴങ്ങി, പിന്നെ 16 മിനിറ്റ് മുഴങ്ങി, പിന്നെ 24 മുഴങ്ങി. രണ്ടാമത്തെ ക്ലോക്ക് 12 മുഴങ്ങി, 24 മുഴങ്ങി, പിന്നെ അടുത്തത് എത്ര മുഴങ്ങും? 24 12 കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ മുഴങ്ങി പോകുന്നുണ്ട്. 16 32 മൂന്നാമത്തെ ക്ലോക്ക് പോകുന്നത്. നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് എപ്പോഴാണ് ഇത് 3 ഘടകം കൂടി ഒരുമിച്ച് മുഴങ്ങുന്നത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഒന്നും ആലോചിക്കേണ്ട, ഈ 3 നമ്പർ എടുക്കുക, അതിൻ്റെ LCM കണ്ടുപിടിക്കുക. ഏതൊക്കെ നമ്പർ എടുക്കുന്നത്? 8, 12, 16. ഇതിൻ്റെ LCM കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചില്ല. LCM കണ്ടുപിടിക്കാൻ നോക്കിയേ. 8 12 16 ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ എടുക്കുക. ഏതാണ്? 2 ഞാൻ ഇവിടെ എഴുതി. അപ്പോൾ 4 4 2 8 ആണ്. 16ൻ്റെ 12ൻ്റെ 6 2 12, 16 എന്ന് പറഞ്ഞാൽ 8. 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അല്ലെങ്കിൽ എൻ്റെ ഹാഫ് എഴുതിയാൽ മതിയോ? വീണ്ടും ഞാൻ 2 എടുത്തു. 2 2 4, 3 2 6, 4 2 8. ഇനി നമുക്ക് ഇല്ല, 3 നമ്പർ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഇല്ല. പക്ഷേ LCM ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. LCMന് 3 നമ്പർ വേണ്ട. ഈ 2 നമ്പർ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഉണ്ട്. 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 3 2. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ നമ്പറുകളെല്ലാം നമുക്ക് പറക്കി എഴുതിയാൽ മതി. 2 × 2 × 2 × 1 × 3 × 2. എത്ര വരും ആൻസർ? 2 × 2 4, 4 × 2 8, 8 × 3 24 × 2 48. നോക്കിയ ആൻസർ 48 ഉണ്ടോയെന്ന് കണ്ടോ? ഓപ്ഷൻ ഡി 48 മിനിറ്റ്. അതായത് 48 മിനിറ്റ് കഴിയുമ്പോഴാണ് ഈ 3 ക്ലോക്കുകളെ കൂടിയിട്ട് ഒരുമിച്ച് അലാറം മുഴങ്ങാൻ പോകുന്നത്. മനസ്സിലായോ? 8 മിനിറ്റ് ഉണ്ട്, 12 മിനിറ്റ് ഉണ്ട്, 16 മിനിറ്റിലാണ് ഓരോരോ ക്ലോക്കുകൾ അലാറം മുഴങ്ങുന്നത്. ഇത് 3 കൂടി ഒരുമിച്ച് മുഴങ്ങുന്ന സമയം എപ്പോഴാണെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചത് നമ്മൾ 48 മിനിറ്റ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ സെയിം പോലത്തെ കേട്ടോ. 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന 3 ക്ലോക്ക് ഉണ്ട്. നിങ്ങൾക്ക് 4 ക്ലോക്കോ 5 ക്ലോക്കോ എത്ര വേണമെങ്കിലും ചോദിക്കാം. 3 ആയിരിക്കും ചോദിക്കുള്ളൂ. അന്നേരം എത്ര ചോദിച്ചാലും സെയിം പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുന്നത്. 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് 3 ക്ലോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ഒരുമിച്ച് അലാറം മുഴങ്ങുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? LCM കണ്ടുപിടിച്ചേക്കുക. LCM കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാം? 5 10 15. 3നെ ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ ഏതാണ്? 5നെ 10നെ 15നെ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ? 5 ഒരു 5 5നെ 2 പ്രാവശ്യം, ഇവിടെ 3 പ്രാവശ്യം. നമുക്ക് ആൻസറായി 5 × 2 × 3 എത്ര വന്നു? 5 2 10 3 30 മിനിറ്റ്. ഓക്കെ, ആൻസർ ഇല്ലേ നമുക്ക്? ഓപ്ഷൻ ബി 30 മിനിറ്റ് ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? അപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന ക്ലോക്ക് ഉണ്ടെങ്കിൽ ആ ക്ലോക്ക് ഒരുമിച്ച് അലാറം അടിക്കുന്നത് എപ്പോഴായിരിക്കും? ഇനി അലാറം അടിക്കുന്നത് 30 മിനിറ്റ് എന്ന് പറയുന്ന സമയം എത്തുമ്പോഴായിരിക്കും ഇനി അലാറം അടിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ ക്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്തേക്കുക? അലാറത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ LCM എടുത്തേക്കുക. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 2 മിനിറ്റ് 3 മിനിറ്റ് 10 മിനിറ്റ് അലാറം മുഴങ്ങുന്ന 3 ക്ലോക്കുകളുണ്ട്. ഇവ എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ഒരുമിച്ച് അലാറം മുഴങ്ങുന്നത്? നമുക്ക് നോക്കാം. എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? LCM കണ്ടുപിടിക്കുക. 2 3 10. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 3 5 അല്ലേ? 1 3 5. നോക്കിയേ, 2 × 1 × 3 × 5 എത്ര വരും ആൻസർ? 2 × 3 6, 6 × 5 30 മിനിറ്റ് അല്ലേ? 30 മിനിറ്റ് കണ്ട. 30 മിനിറ്റ് നമ്മുടെ ഓപ്ഷനിലല്ലേ? 30 മിനിറ്റ്. അതായത് 30 മിനിറ്റ് കൂടുമ്പോഴാണ് ആ ക്ലോക്കിന് ഒരുമിച്ച് അലാറം അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ആ ഒരു പാറ്റേൺ നമ്മൾ വിടുവാണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 3 ക്ലോക്ക് ഉണ്ട്. ഈ ക്ലോക്ക് ഒരുമിച്ച് എപ്പോൾ അലാറം അടിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നേരെ അതിൻ്റെ LCM എടുത്തേക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് തന്നൊരു ക്വസ്റ്റ്യൻ ഇതാണ്. 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 12 കൊണ്ട് ഹരിക്കുമ്പോൾ 7,
16 കൊണ്ട് ഹരിക്കുമ്പോൾ 11 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. സിമ്പിൾ പരിപാടിയാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ ഇപ്പം നമ്മൾ എക്സ് എന്ന് വിചാരിക്കുക. ആ എക്സ് എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ 8 വെച്ച് ഹരിച്ചപ്പോൾ എത്ര ശിഷ്ടം കിട്ടി? 3 ശിഷ്ടം കിട്ടി. ഓക്കെ, ആ നമ്പറിനെ ഞാൻ 12 വെച്ച് ഹരിച്ചപ്പോൾ ശിഷ്ടം എത്ര കിട്ടി? 7 കിട്ടി. അതേ നമ്പറിനെ ഞാൻ 16 വെച്ച് ഹരിച്ചപ്പോൾ ശിഷ്ടം എത്ര കിട്ടി? 11 കിട്ടി. മനസ്സിലായോ? എന്നാൽ സംഖ്യ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് എൻ്റെ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിനെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ 3, 12 കൊണ്ട് ഹരിച്ചപ്പോൾ 7, 16 കൊണ്ട് ഹരിച്ചപ്പോൾ 11 ശിഷ്ടം കിട്ടി. അപ്പോൾ സംഖ്യ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വലിയ പണിക്കൊന്നും പോകണ്ട, എളുപ്പമാണ്. നിങ്ങളൊരു കാര്യം നോക്കിക്കോണം. 8 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം എത്ര കിട്ടി? 3 കിട്ടി. അത് രണ്ടും മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു 5 എന്ന നമ്പർ നമുക്ക് കാണാൻ പറ്റും അല്ലേ? നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഇതാണ്. ഇനി 12 കൊണ്ട് ഹരിക്കുമ്പോൾ 7, അപ്പോൾ 12 മൈനസ് 7 എന്ന് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടി. അതായത് ആ നമ്പർ ഹരിക്കാൻ ഉപയോഗിച്ച നമ്പർ മൈനസ് ശിഷ്ടം ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് നമ്പറാണ് ആൻസർ കിട്ടുന്നതെന്ന് നോക്കുക. ഓക്കെ, ഇനി 16 കൊണ്ട് ഹരിച്ചപ്പം 11 അല്ലേ? അപ്പോഴും 5 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നമ്പർ, അതായത് ശിഷ്ടം എന്ത് വെച്ചാണ് ഹരിക്കുന്നത്, നിങ്ങളുടെ ക്വസ്റ്റിൽ ഒരു നമ്പർ വെച്ച് ഹരിക്കുന്ന കാര്യം പറയുന്നുണ്ടാവും. ആ ഹരിക്കുന്ന നമ്പറിൽ നിന്ന് നിങ്ങളുടെ ആ ശിഷ്ടത്തിനെ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന നമ്പർ സെയിം ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഞാൻ ഈ പറയുന്ന മെത്തേഡായിരിക്കും നമ്മൾ ചെയ്യാൻ എളുപ്പം. ഓക്കെ, അപ്പോൾ ശിഷ്ടം കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 5 എന്ന് പറഞ്ഞൊരു നമ്പറല്ലേ, ഒരു കോമൺ ആയിട്ടുള്ള ഒരു നമ്പറെ കിട്ടിയത്. അങ്ങനെ കിട്ടിയാൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, എന്ത് ചെയ്താൽ മതി? നമുക്ക് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഹരിക്കാൻ ഉപയോഗിച്ച നമ്പറുകൾ ഏതൊക്കെയാണ്? 1 8, പിന്നെ ഏതാണ് 12, പിന്നെ ഏതാണ് 16 അല്ലേ? ഈ 3 നമ്പറിൻ്റെയും LCM കണ്ടുപിടിച്ചേക്കാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഒരു നമ്പറിനെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ 3, 12 കൊണ്ട് ഹരിച്ചപ്പോൾ 7, 16 കൊണ്ട് ഹരിച്ചപ്പോൾ 11 ശിഷ്ടം കിട്ടി. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണ്? ശിഷ്ടം, ആ സംഖ്യ, ഹരിച്ച സംഖ്യ മൈനസ് ശിഷ്ടം ചെയ്യുക. അപ്പോൾ കിട്ടുന്ന നമ്പറുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ 3 നമ്പറും സെയിം ആയിട്ട് കിട്ടി. അങ്ങനെ സെയിം ആയിട്ട് കിട്ടിയാൽ ഹരിച്ച നമ്പറുകൾ എടുക്കുക, LCM കണ്ടുപിടിക്കുക. നമുക്ക് LCM കണ്ടുപിടിക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ ഈ 2 ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. 4 പകുതി എഴുതിയാൽ മതിയല്ലോ. 6 8, പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടി? 2 3 4 അല്ലേ? വീണ്ടും 2 കൊണ്ട് ഹരിച്ചു. 1 3 2 കഴിഞ്ഞില്ലേ പരിപാടി? അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 2 എത്ര ഒരു ആൻസർ നോക്കിയേ? 2 2 4, 4 2 8, 8 3 24, 2 48 കിട്ടി അല്ലേ? ആൻസർ ഇവിടെ ഒരു 48 നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ ഈ 48 കിട്ടിയത്? നമ്മുടെ ആൻസർ അല്ല 48. ഇപ്പം എന്താ നമുക്ക് 48 കിട്ടിയത്? LCM 48 കിട്ടി. ആ LCMൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തേക്കുക? നമ്മളിവിടെ ഈ മൈനസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നമ്പർ ഇല്ലേ, ഒരു സംഖ്യയിൽ നിന്ന് ശിഷ്ടം മൈനസ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു നമ്പർ ഉണ്ടല്ലോ, അതങ്ങ് മൈനസ് ചെയ്തേക്കാം. നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 43. 43 നമ്മുടെ ആൻസർ. മനസ്സിലായി? എളുപ്പമല്ലേ ചെയ്തേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തേക്കാം? 8 കൊണ്ട് ഹരിക്കുക. 8 വേണ്ട, ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ ആ സംഖ്യയും ശിഷ്ടവും തമ്മിൽ മൈനസ് ചെയ്യുക. അങ്ങനെയുള്ള 3 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ, ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കാം? ഹരിക്കാൻ ഉപയോഗിച്ച നമ്പറുകളുടെ LCM കണ്ടുപിടിച്ചേക്കാം. ആ LCM കിട്ടിയ നമ്പറിൽ നിന്ന് നിങ്ങൾ ആ മൈനസ് ചെയ്ത് കിട്ടിയ സംഖ്യ കുറച്ചാൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഉദ്ദേശിച്ച ആൻസർ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓക്കെ ആവും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 5 കൊണ്ട് ഹരിക്കുമ്പോൾ 2, 10 കൊണ്ട് ഹരിക്കുമ്പോൾ 7, 15 കൊണ്ട് ഹരിക്കുമ്പോൾ 12 ശിഷ്ടം വരുന്നു. അങ്ങനെ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചോണം. ഏറ്റവും ചെറിയ സംഖ്യയാണ്. വലിയ സംഖ്യ നമുക്ക് ഈ രീതി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 2, 10 കൊണ്ട് ഹരിക്കുമ്പോൾ 7, 15 കൊണ്ട് ഹരിക്കുമ്പോൾ 12. അപ്പോൾ നമ്മൾ സംഖ്യയുണ്ട്. അപ്പോൾ 5 കൊണ്ട് ഹരിക്കുന്ന സംഖ്യ ഏതാണ്? 5 ആണ്. ശിഷ്ടം 2 കിട്ടി. അപ്പോൾ 3 അല്ലേ? 5 - 2 3 കിട്ടി. ഇനി 10 കൊണ്ട് ഹരിച്ചു, ശിഷ്ടം 7, 10 - 7 3. ഇനി 12 കൊണ്ട് 15 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 12, 15 - 12 3. അപ്പോൾ നമുക്ക് രസകരമായിട്ടുള്ളൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. എന്താണ്? 3 അല്ലേ? 3 വ്യത്യാസം. അപ്പോൾ പൊതുവ്യത്യാസം സെയിം ആണ്. പൊതുവ്യത്യാസം എന്നാണ് നമ്മൾ പറയുന്നതിന്. പൊതുവ്യത്യാസം സെയിം ആണ്. പൊതുവ്യത്യാസം. ഓക്കെ, ഒരു വാക്ക് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം നമുക്ക് 3 കിട്ടും. അപ്പോൾ പൊതുവ്യത്യാസം സെയിം ആണ് കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട്? LCM എടുത്തേക്കാം. ഏതിൻ്റെയൊക്കെ LCM? നമ്മൾ ഹരിക്കാൻ ഉപയോഗിച്ച സംഖ്യകളുടെ 5 10 12 അല്ലേ? അല്ല, 5 10 15. 5 10 15 അല്ലേ? 5ഉം 10ഉം 15. ഓക്കെ, 5 10 15 നമ്മുടെ സംഖ്യകൾ. 5ഉം 10ഉം 15. ഓക്കെ, നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് 1 2 അല്ലേ? 5 2 10. ഇനി ഇവിടെ എത്ര വരും? 3. ഓക്കെ,
ഇനിയൊന്നും ചെയ്യാനില്ല അല്ലേ. 5 ഇൻറ്റു 2 ഇൻറ്റു 3 അപ്പോൾ എത്ര കിട്ടി? 5 2 10, 10 3 30 കിട്ടി. 30 അല്ല നമ്മുടെ ആൻസർ. 30 എന്താണ്? നമ്മുടെ LCM ആണ് 30. നമ്മുടെ ആൻസർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? LCM മൈനസ് പൊതുവ്യത്യാസം. ഓക്കെ, LCM മൈനസ് പൊതുവ്യത്യാസം. നമ്മുടെ LCM എത്രയാ? 30 മൈനസ് പൊതുവ്യത്യാസം എത്രയാ? 3. നമുക്ക് ആൻസർ എത്ര കിട്ടി? 27 കിട്ടി. 27 ഉണ്ടോ നമ്മുടെ ഓപ്ഷനിൽ? ഉണ്ടല്ലോ. ഓപ്ഷൻ C ആണ്, സോറി ഓപ്ഷൻ D ആണ് 27. അപ്പോൾ നമ്മുടെ ആൻസർ 27 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് 8 കൊണ്ട് ഹരിക്കുമ്പോൾ സെയിം പാറ്റേൺ. 8 കൊണ്ട് ഹരിക്കുമ്പോൾ 5ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 9ഉം ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. 2 എണ്ണേ ഉള്ളൂ അല്ലേ നമ്മുടെ അല്ലേ. അപ്പോൾ 8 കൊണ്ട് ഹരിച്ചു, എത്ര കിട്ടി? 5 കിട്ടി. അപ്പോൾ 5ഉം 3ഉം ആണ് 8. ഇനി 12 കൊണ്ട് ഹരിക്കുമ്പോൾ 9, 12 മൈനസ് 9 3. പൊതുവ്യത്യാസം സെയിം അല്ലേ. അപ്പോൾ നമ്മുടെ പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം സമം 3 അല്ലേ. പൊതുവ്യത്യാസം 2ൻ്റെ പൊതുവ്യത്യാസം സെയിം ആണ്. പൊതുവ്യത്യാസം 3 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? LCM എടുത്തേക്കാം. ഏതിൻ്റെയൊക്കെ LCM എടുക്കണം? 8ൻ്റെയും 12ൻ്റെയും LCM എടുക്കുക. 2 4 6. ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എനിക്ക് ഡിവൈഡ് എളുപ്പത്തിന് വേണ്ടിയാണ്. 2 2 3 അല്ലേ. ഇനിയൊന്നുമില്ല. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. അപ്പോൾ എത്ര വന്നു? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 3 24. LCM നമുക്ക് എന്ത് കിട്ടി? 24 എന്ന് കിട്ടി. അപ്പോൾ സംഖ്യ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സംഖ്യ സമം LCM മൈനസ് പൊതുവ്യത്യാസം. ഓക്കെ, LCM സമം മൈനസ് പൊതുവ്യത്യാസം. അപ്പോൾ 24 മൈനസ് 3 എത്ര കിട്ടി? ആൻസർ 21 എന്ന് കിട്ടി. 21 ഉണ്ടോ നമ്മുടെ ഓപ്ഷനിൽ? ഓപ്ഷൻ C 21 ആണ്. ഓക്കെ, ഓപ്ഷൻ C 21 ആണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ടൈപ്പ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ പൊതുവ്യത്യാസം കോമൺ ആയിട്ട് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? LCM കണ്ടുപിടിക്കുക. ആ LCMത്തിൽ നിന്ന് ആ പൊതുവ്യത്യാസം അങ്ങ് കുറച്ചാൽ മതി. പണി കഴിഞ്ഞു. 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക്, 1 മിനിറ്റ് വേണ്ട, ഒരു 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത് എക്സൊന്നും എടുത്ത് നിങ്ങൾ ചെയ്യാൻ നിന്നേക്കരുത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇതിപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പൂർണ്ണ വർഗ്ഗസംഖ്യ കണ്ടുപിടിക്കാൻ പറയും. പൂർണ്ണവർഗ്ഗസംഖ്യ എങ്ങനത്തെ പൂർണ്ണവർഗ്ഗസംഖ്യ? നിങ്ങൾക്ക് കുറച്ച് നമ്പർ തന്നിട്ട് ആ നമ്പർ കണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പൂർണ്ണവർഗ്ഗസംഖ്യ എന്ന് പറഞ്ഞാൽ സ്ക്വയർ നമ്പർ അല്ലേ. പൂർണ്ണവർഗ്ഗസംഖ്യ എന്ന് പറഞ്ഞാൽ സ്ക്വയർ നമ്പർ കണ്ടുപിടിക്കാൻ പറയും. മനസ്സിലായി? ക്വസ്റ്റ്യൻ മനസ്സിലായി? ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: 10 20 30 40 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ്ഗസംഖ്യ. ഓക്കെ, 10 20 30 40 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ്ഗസംഖ്യ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഈസിയാണ്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ 10 20 30 40 വെച്ചിട്ട് ഹരിക്കാവുന്ന ഒരു സ്ക്വയർ നമ്പർ ഉണ്ട് നമ്മുടെ കയ്യിൽ. പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഉണ്ട്. ആ സ്ക്വയർ നമ്പറിനെ ഈ 4 നമ്പറും വെച്ചിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റും. ഓക്കെ, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് ഏത് നമ്പറാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ഈസിയാണ്. ആദ്യം തന്നെ ഈ തന്നിരിക്കുന്ന നമ്പറുകളുടെ LCM കണ്ടുപിടിക്കാം. പറഞ്ഞുതരാം. 10 20 30 40 LCM കണ്ടുപിടിക്കാൻ പോവുകയാണെ. ഞാൻ 10 വെച്ച് കട്ട് ചെയ്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് 1 2 3 4 കഴിഞ്ഞില്ലേ? ഈ സെറ്റ് കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഈ കിട്ടിയ ആൻസറിനെ 10 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇതെല്ലാം നിങ്ങളുടെ LCM ആണല്ലോ. 10 ഇൻറ്റു 2 ഇൻറ്റു ഓക്കെ കഴിഞ്ഞില്ലല്ലോ. കഴിഞ്ഞില്ല, സോറി കഴിഞ്ഞില്ല. ഒരു ഒന്നോടെ ചെയ്യാമോ നമുക്ക് ഇതിനെ? ഏറ്റവും സിമ്പിൾ ആവുന്ന പോലെ ചെയ്തോണം. ഇനിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഇനി ഞാൻ 2 വെച്ച് കട്ട് ചെയ്തു. 1 1 3 2 കേട്ടോ. 1 1 3 2. അപ്പോൾ നമ്മുടെ LCM ആയി. ഇപ്പോൾ 10 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു ഞാൻ 1 ഒന്നും എഴുതുന്നില്ല കേട്ടോ. 10 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 2 തോന്നുന്നു അല്ലേ? നമ്മൾ ഇങ്ങനെ കിട്ടിയ ആൻസർ. അപ്പോൾ നിങ്ങൾ എന്താ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത്? സോറി, ആൻസർ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് കുറച്ച് നമ്പർ തരും. ഈ നമ്പർ കണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പൂർണ്ണസംഖ്യ കണ്ടുപിടിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്തോണം? LCM കണ്ടുപിടിച്ചേക്കാം. ആ നമ്പറിന്റെ LCM കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ഈ നമ്പറുകളെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിച്ചോണം. ഈ 10 എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തിട്ട് 2 വെച്ചാൽ നമുക്ക് ഗ്രൂപ്പ് ആക്കണം. ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല. ഇരട്ടിയായിട്ട് നിൽക്കണം. സ്ക്വയർ നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. ഇരട്ടിയായിട്ടല്ലേ നിൽക്കുള്ളൂ. അപ്പോൾ 10 എന്ന് പറഞ്ഞൊരു നമ്പർ എഴുതി. 10ന്റെ കൂടെ വേറെ ആരും ഇല്ലാത്ത കാരണം, അല്ലെങ്കിൽ 10ന്റെ കൂടെ വേറൊരു 10 ഇല്ലാത്ത കാരണം നമ്മളൊരു 10 ഇട്ട് കൊടുത്തു. ഓക്കെ, 2ന്റെ കൂടെ ഓൾറെഡി 2 ഉണ്ടല്ലേ നമ്മുടെ. അപ്പോൾ 2 2 ഉണ്ട്. അപ്പോൾ 2 × 2 എന്ന് എഴുതി. 3 ഉണ്ട്. 3ന്റെ കൂടെ വേറെ ആരും ഇല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ എന്താ ചെയ്തത്? ഇതിൽ എക്സ്ട്രാ 2 നമ്പർ ഇട്ട് കൊടുത്തു. ഏതാണ്? ഈ ഒരു 10ഉം ഈ ഒരു 3ഉം. എന്തിനാ ഇട്ട് കൊടുത്തേ? ശരിക്കും ഇവിടെ ഒരു 10ഉം ഒരു 2ഉം
സോറി 2 2ഉം ഒരു 3ഉമാണ് ഉള്ളത്. അപ്പോൾ 10ന് കൂട്ടാരുമില്ല, 3ന് കൂട്ടാരുമില്ല. അതായത് പെയറായിട്ടായി നിർത്തും, ജോഡിയായിട്ട് നമ്മൾ മാറ്റി നിർത്തിക്കോണം. അപ്പോൾ പെയറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് 10ൻ്റെ പെയർ ആരും ഇല്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്തു, ഒരു പെയറിന് ഇട്ട് കൊടുത്തു, ഒരു 10 ഇട്ട് കൊടുത്തു. 2 ഓൾറെഡി പെയർഡാണ്, 3ക്ക് അല്ലെങ്കിൽ 3ന് പെയറില്ലാതാണ് ഒരു 3 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്താണ്, ഇതാണ് നിങ്ങളുടെ ആൻസർ. അപ്പോൾ 10 × 10 100 അല്ലേ, 100. 2 × 2 4, 3 × 3 9. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 400 അല്ലേ, 400 × 9 3600 കിട്ടി. 3600 ആൻസർ ഉണ്ടോ? അതാ 3600 ആൻസർ. അല്ല, ഈ ഓപ്ഷൻ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടൂലേ. ഇത് പെർഫെക്റ്റ് സ്കോർ ഇതല്ലേ, 3600 അല്ലേ പെർഫെക്റ്റ് സ്കോർ ഓപ്ഷനിലുള്ളൂ, ബാക്കിയൊന്നും പെർഫെക്റ്റ് സ്കോർ അല്ലല്ലോ. ഓക്കെ, കണ്ടുപിടിക്കുന്നത് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പർ എടുക്കുക, LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എഴുതിയിട്ട് അതിനെ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, ഇരട്ടയായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഇല്ലാത്തതിനെ നിങ്ങൾ ഇട്ട് കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. അടുത്തത് 5, 10, 20. ഓക്കെ, 5, 10, 20 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷമായിരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ. നമ്മൾ അപ്പോൾ തന്നെ എന്ത് എഴുതുക, 5 എഴുതി, 10 എഴുതി, 20 എഴുതി. 5 വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്തു, 1 5 5. 10ന് എത്രയാണ്? 2 5 10. 20 എന്ന് പറഞ്ഞാൽ 5 4 20. വീണ്ടും നമുക്ക് ചെയ്യാം, 2 1 1 2. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി LCM കണ്ടുപിടിക്കാനായിട്ട്, അതിൽ പറയുന്നുണ്ട് 5 × 2 × 2 എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, 2ന് എന്തുണ്ട്, 2 പെയർഡാണ്, നമുക്ക് 5 പെയറല്ല. അപ്പോൾ 5ന് ഒരു 5 ഇട്ട് കൊടുക്കുക, അവിടെ ഇട്ട് കൊടുത്തു, ഇൻറ്റു 2 × 2. അപ്പോൾ ആൻസറായി നമുക്ക് 5 × 5 എത്രയാ? 25 2 50 2 100. കണ്ട ആൻസർ 100. ഓപ്ഷൻ സി ആണ് ആൻസർ. അല്ലെ നിങ്ങൾ ഈ നമ്പർ വെച്ചിട്ട് ഈ തന്നിരിക്കുന്നതിനൊക്കെ ഡിവൈഡ് ചെയ്ത് നോക്കി കണ്ടുപിടിക്കണം. പക്ഷെ എന്നാലും പാടാണ്, അത് നിങ്ങൾ അത്ര സമയം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈസി ആയിട്ട് LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിച്ചിട്ട് എന്നാ ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്യാൻ നേരത്തെ 2 2 വെച്ചാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. 2 ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഗ്രൂപ്പ് ചെയ്തേക്കാം. പണി കഴിഞ്ഞു നമ്മുടെ. ഓക്കെ, ഒരെണ്ണോടെ ചെയ്യാം നമുക്ക്. കണ്ട 4 8 12 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷമായിരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ. സെയിം അല്ലേ, 4 8 12. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് 4 8 12 എഴുതി, LCM കണ്ടുപിടിച്ചു. 2 അല്ലേ, 4 വെച്ചിട്ടൊന്ന് ചെയ്യാല്ലേ, 4 വേണ്ട, ചെറിയ നമ്പർ അല്ലേ ഇത്, ചിലപ്പോൾ പ്രശ്നമാവും. 2 4ന് 2 4 6 അല്ലേ, 2 1 2 3 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 2 × 2 ഒരു പെയറായി, 2 × 2 ഒരു പെയറായി, 2 × 3 അല്ലേ, 2 × 3. അപ്പോൾ നമ്മൾ നോക്കുക, 2 × 2 × 2 × 3. അപ്പോൾ നമുക്ക് 2 × 2ന് ഒരു പെയറാക്കി. ഇനി അടുത്ത 2ൻ്റെ കൂടെ ഒരു 2 ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തു, 3ൻ്റെ കൂടെ ഞാനൊരു 3 ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾ, 2 × 2 4 8 16 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം നിങ്ങൾ. ഓക്കെ, ഇപ്പം എന്തായി, 4 8 ഇപ്പം എത്ര ഇട്ടത് ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 4 × 9 അല്ലേ, 4 × 4 × 9. അപ്പോൾ എത്ര വരും, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 144 എന്ന് കിട്ടും. 144 144 നമ്മുടെ ആൻസർ. കഴിഞ്ഞു. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏറ്റവും ചെറിയ പൂർണ്ണവർഗസംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈസി ആയിട്ട് എന്ത് ചെയ്യുക, LCM കണ്ടുപിടിക്കുക. ദെൻ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് LCM കണ്ടുപിടിച്ച് നിങ്ങൾ എഴുതുക. എന്നിട്ട് 2 2 ഗ്രൂപ്പ് ആക്കുക. ഗ്രൂപ്പ് ആക്കാൻ ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ നിങ്ങൾ ആ നമ്പർ ഇട്ട് കൊടുത്തിട്ട് ഗ്രൂപ്പ് ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ ആൻസർ. കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് ഇതാ, ഇത് നമുക്ക് നോക്കാം. അപ്പോൾ 1/2 ഈ ക്വസ്റ്റ്യൻ നമുക്ക് HCF പഠിച്ചു കഴിഞ്ഞിട്ട് പഠിക്കാം. കാരണം ഇത് ചെയ്യാനായിട്ട് നമുക്ക് HCF കൂടെ അറിയണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് HCF പഠിച്ചിട്ട് പഠിക്കാം. അപ്പോൾ അടുത്ത് നമുക്ക് HCF നോക്കാം. ഓക്കെ, താങ്ക് യു.